ഇടത് നിരീക്ഷകൻ റജി ലൂക്കോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ റജി ലൂക്കോസ്, ADGP MR അജിത് കുമാർ സന്നിധാനത്ത് ട്രാക്ടറിലെത്തിയ ഒരു സംഭവം, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഡ്രൈവറെ മാത്രം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? 2021 കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു കർശന ഉത്തരവുണ്ടായിരുന്നു. അതായത് ശബരിമല സന്നിധാനത്തിലേക്ക് പോകുന്ന ട്രാക്ടറുകളിൽ ഡ്രൈവറില്ലാതെ മറ്റൊരു മനുഷ്യനെയും കയറ്റാൻ പാടില്ല, അങ്ങോട്ടുള്ള ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കെ ADGP അജിത് കുമാർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ CCTV ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മാധ്യമമാണോ പുറത്തുവിട്ടിരിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ, ഒരു സംശയമില്ല. തന്നെയല്ല ഇപ്പൊ നമുക്കറിയാൻ പറ്റുന്നത്, വാർത്തകളിലൂടെ മാത്രം അറിയാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ അത് സൂചിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സൂചിപ്പിച്ചുവെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റിന്റെ ഗുരുതരാവസ്ഥ കുറച്ചുകൂടെ വലുതാണ്. അത് തന്നെയല്ല ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഉത്തരവില് തികച്ചും നിർഭാഗ്യകരമായി എന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച അതിന്റെ ഉത്തരവ് അല്ലെങ്കിൽ അത് കോടതി വീണ്ടും പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ടും ഇതിനെ അനുകൂലിക്കുന്ന രീതിയിൽ, അതായത് ഇദ്ദേഹം ചെയ്ത് തെറ്റാണെന്നും അങ്ങനെ ചെയ്തു എന്നും തെളിയിക്കത്തക്ക രീതിയിലുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അജിത് കുമാർ എന്ന് പറയുന്ന MR അജിത് കുമാർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ അത് സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ FIR-ൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തതെന്ന് പറയുന്നത്. അതും ഇന്നലെ അത് വാർത്തയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപക്ഷെ അവരുടെ പോലീസ് ഉദ്യോഗസ്ഥനും മേലുദ്യോഗസ്ഥനായ പ്രത്യേകിച്ച് ADGP-യുടെ പേര് ഒഴിവാക്കിയത് അവർ ഒരുപക്ഷെ ഭയന്നിട്ടോ പേടിച്ചിട്ടോ ആയിരിക്കാം. പക്ഷെ അതൊന്നും ഈ കേസിന്റെ തീവ്രതയെ കുറയ്ക്കുന്ന സംഭവമൊന്നുമില്ല. അതിനൊക്കെ അവരുടെ ഭാഗത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾക്ക് അനുസരിച്ച് സർക്കാർ ആ രീതിയിൽ അത് മാറ്റിയെടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോയി എന്നൊരു മാധ്യമം വാർത്ത ചെയ്തപ്പോൾ അതിന്റെ തെളിവുകൾ, അതിന്റെ CCTV ദൃശ്യങ്ങളൊന്നും നമുക്ക് ഇതിന് മുമ്പിൽ വന്നിട്ടില്ല. ആകെയുള്ളത് ദേവസ്വം ബോർഡ്, അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അത് ശരിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് കൊടുത്ത റിപ്പോർട്ട് മാത്രമുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം സ്ഥിരമായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അതൊന്നും പക്ഷെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കാനായിട്ടുള്ളതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം കേരളത്തില് ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിയെങ്കിലേ ഉള്ളൂ ഒരു സർക്കാരിനെ ഏറ്റവും കൂടുതൽ മോശമായി ചിത്രീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയെ പ്രതിപക്ഷത്തിനുള്ളത്. അതൊന്നും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അദ്ദേഹം ആ രീതിയിൽ ട്രാക്കിൽ കയറി ശബരിമല സന്നിധാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ്, അതൊരു വീഴ്ച തന്നെയാണ്. അത് ഹൈക്കോടതി ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് രാത്രി 10 മണിക്കാണ് ഈ FIR എടുത്തത്. FIR എന്ന് പറയുന്നത് പെട്ടെന്നുള്ള അവരുടെ മുമ്പിൽ വന്നിരുന്നതനുസരിച്ചായിരിക്കും FIR ഇട്ടിരിക്കുന്നത്. അപ്പൊ ഡ്രൈവർ മാത്രമാണ് കുറ്റവാളി എന്ന് പറയുന്നതിനോട് ഈ രീതിയിൽ ഈ സാഹചര്യം നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞത് തെളിവുകളില്ലാത്ത ഒരു സാഹചര്യത്തില് ഈ പറയുന്നവര് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് അതിനെ സാധൂകരിക്കുന്നുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം അനുസരിച്ചോ കോടതിയുടെ ഉത്തരവനുസരിച്ചോ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം തെറ്റായ രീതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് വഴിവിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു സർക്കാരല്ല കേരള ഹൈക്കോടതി, കേരള സർക്കാർ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ തെളിവ് ഈ MR അജിത് കുമാറിന്റെ പേരിൽ തന്നെ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ അന്വേഷിക്കാനായിട്ട് 3 ലെയറിലുള്ള അന്വേഷണം സർക്കാർ ഉത്തരവിട്ടു ആഭ്യന്തര വകുപ്പ്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ADGP ക്രമസമാധാന നിലയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി എന്നുള്ളത് ഒരു നടപടിയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത്, ഇവിടെ മാധ്യമങ്ങൾ മുഴുവനും കൊട്ടിക്കൊഴിച്ചത് 6 അംഗ പാനല് UPSCക്ക് കൊടുത്തപ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ട്, സംസ്ഥാന DGP ആയിട്ട് ഇദ്ദേഹത്തിന് പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ സംഭവിച്ചെന്താണ്, അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ 3 പേരുടെ പേരുണ്ട്. ആ 3 പേരുടെ പേരിൽ ഇദ്ദേഹത്തിന് പേരില്ല. പക്ഷെ അപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്താണ്, അത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ വരുന്ന അവര് സർക്കാരുകൾക്ക് അനുകൂലിക്കുന്ന IPS ഉദ്യോഗസ്ഥർക്ക് ആ പാനലിൽ UPSC കൊടുത്തില്ലെങ്കിൽ ഈ DGP ഇൻചാർജ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ MR അജിത് കുമാറിനെ സംസ്ഥാന DGP ഇൻചാർജായിട്ടും കൊണ്ടുവരുമെന്നും പറഞ്ഞ് വലിയ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. പക്ഷെ ഇതൊന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചില്ല. അദ്ദേഹത്തിനെ
പിന്നെ DGPയുടെ ചുമതല കൊടുത്തുമില്ല. അത് ഇപ്പോഴും ADGP ആണ്. അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചോളം വഴിവിട്ട ഒരു കാര്യങ്ങളും ഈ പറയുന്ന ADGPക്കെതിരെ ഒരു ഉദ്യോഗസ്ഥന് അനുകൂലമായിട്ടോ എതിരായിട്ടോ ചെയ്യത്തില്ല. കൃത്യമായ രീതിയിൽ മാത്രമേ സർക്കാർ ഇത്തരമുള്ള ഉത്തരവുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വീഴ്ച വ്യവസ്ഥാപിതമായിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് മടിക്കത്തില്ല. തിങ്കളാഴ്ചത്തെ ഹൈക്കോടതിയുടെ പ്രതികരണങ്ങളോ വിധിയോ അനുസരിച്ചായിരിക്കും ഇതിന് മുമ്പോട്ടുള്ള നടപടിക്രമങ്ങളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വിശകലനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, അതായത് തെറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. കാരണം ഹൈക്കോടതിയുടെ ഒക്കെ തന്നെ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇത്രയും ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച, വളരെ വലിയൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായത്. കോടതി അടക്കം ഇക്കാര്യം പറയുകയും ചെയ്തത്, അതായത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെങ്കിൽ ആംബുലൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, ട്രാക്ടറല്ല, മുതലായ കാര്യങ്ങളടക്കം ആണ് കോടതിയുടെ ഭാഗത്തുനിന്ന് അടക്കമുണ്ടായത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.